ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെട്ടിനാട് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാമ്പാർ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതാണ്, എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്. ശർക്കരയും നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ് കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പരിപ്പാണെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചക്കറിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടും കൈപ്പങ്ങയും അല്ലാത്ത ഏത് പച്ചക്കറികളും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ സാമ്പാർ വെക്കുന്ന അതേപോലെ തന്നെയാണ് ഫസ്റ്റൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളിത് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷമാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പച്ചക്കറി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ കഴിച്ചിട്ട് ഗ്യാസൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെളുത്തുള്ളിയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നിങ്ങളുടെ പുളിപ്പിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയുടെ അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടിച്ച് വെച്ചിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 8-10 അല്ലി ചെറിയ ഉള്ളി എടുത്താൽ മതി. അപ്പോൾ ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടക്ക നമ്മൾ പച്ചക്കറിയുടെ കൂടെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കറിയിലാകെ ഉടഞ്ഞ ഒരു കൊഴുപ്പാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇനി ഇതിലേക്ക് മുരിങ്ങാക്കോലും കൂടെ കഷ്ണങ്ങളാക്കിയത് ചേർക്കുന്നുണ്ട്. മുരിങ്ങാക്കോലും അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയുടെ കൂടെ ചേർക്കാറില്ല. അത് ഉടഞ്ഞിട്ട് ഇങ്ങനെ നാരുകളായിട്ടാവും പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. സാമ്പാർ പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ പൊടിയൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. സാമ്പാർ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുള പുളി ഒന്ന് പിഴിഞ്ഞത് ഒഴിച്ചിട്ടുണ്ട്. പുളി അതുപോലെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമുക്കിത് പച്ചക്കറി വെന്ത ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പരിപ്പും പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു വെണ്ടക്ക മുരിങ്ങാക്കോൽ ഇതിൻ്റെ ആ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അടച്ചു വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ശർക്കരയാണ്. 1 ടേബിൾ സ്പൂൺ ശർക്കര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഒരുപാടൊന്നും ആവരുത്, ഒരുപാട് മധുരമൊന്നും ആയി പോവരുത്. അപ്പോൾ ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും അളവിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്താൽ മതി. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നെയ്യ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. മെൽറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുകും ഉലുവയൊക്കെ ഒന്ന് വറുത്തിടണം. ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ചിട്ടെടുക്കുക.
പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. അതുപോലെ കറിവേപ്പിലയും തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കാം കേട്ടോ. മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ആ കടുക് വറവിട്ടതൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ സാമ്പാർ തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെട്ടിനാട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഉപ്പേരി അങ്ങനെയൊന്നുമില്ല, ഒരു മീൻ പൊരിച്ചതും അതുപോലെ തന്നെ പപ്പടും ഈ ഒരു സാമ്പാറുമാണ് കേട്ടോ ചോറിനുള്ളത്. അപ്പോൾ ഇത്രയും മതി, ഉപ്പേരിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സാമ്പാർ ഉണ്ടായാൽ തന്നെ നമുക്ക് പപ്പടും കൂടെ ഉണ്ടായാൽ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.